Theorem 5.12 നോക്കാം. Let G be a simple three-connected graph with at least 5 vertices. Then G has a contractible edge. Okay, three-connected graph ആണ്. At least 5 vertices എങ്കിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു contractible ആയിട്ടുള്ള എഡ്ജ് ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? എക്സ് വൈ എന്ന് പറഞ്ഞൊരു എഡ്ജ്, അതായത് എക്സും വൈയും വേർട്ടിസസ് ആണ്, അവരെ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു എഡ്ജാണ് ഇ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ഇഫ് ഇ എന്ന് പറയുന്ന എഡ്ജ് കൺട്രാക്റ്റബിൾ അല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അത് കൺട്രാക്റ്റബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ജി സ്റ്റാർ ഇ എന്ന് പറയുന്നത് ത്രീ കണക്റ്റഡ് ആയിരിക്കില്ല. ഓക്കെ, ജി സ്റ്റാർ ഇ എന്ന് പറയുന്നത് ത്രീ കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ എന്തായി? ജി മൈനസ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ജി മൈനസ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. അത് ത്രീ കണക്റ്റഡ് അല്ലല്ലോ, ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ജി സ്റ്റാർ എന്ന് പറയുന്നത് ത്രീ കണക്റ്റഡ് അല്ല. ഗ്രാഫ് ജി എന്ന് പറയുന്നത് ത്രീ കണക്റ്റഡ് ആണ് തന്നിട്ടുണ്ട്. ജി മൈനസ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്, അതായത് എക്സും വൈയും ഇസഡും വേർട്ടിസസ് ആണ്. അത് തമ്മിൽ ഗ്രാഫ് ജിയിൽ നിന്ന് അതിനെ കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ദെൻ ചൂസ് സച്ച് ആൻ എഡ്ജ് ഇ ഈക്വൽ ടു എക്സ് വൈ ഇൻ ജി. സോ അത്തരത്തിലുള്ള ഒരു എഡ്ജ് എക്സ് വൈ എന്ന് പറയുന്ന വേർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേർട്ടെക്സ് ആണ്, ഒരു എഡ്ജാണ് ഇ. അങ്ങനെ ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സബ്സെറ്റാണ് എസ്, ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സ് വൈ ഇസഡ് ആണ്. സോ ജി മൈനസ് എസ് എന്ന് പറയുന്നതിന്, അതായത് ക്യാപിറ്റൽ ജിയിൽ നിന്ന് എസ് കളഞ്ഞാൽ, എസ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ ഹാസ് എ കമ്പോണൻറ്റ് ക്യാപിറ്റൽ യു വിത്ത് ആസ് മെനി വേർട്ടീസസ്, കുറേ വേർട്ടീസസ് ഉള്ള ഒരു കമ്പോണൻറ്റ്. ജി മൈനസ് എസ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആണല്ലോ. സോ അതിനകത്ത് ഒരു കമ്പോണൻ്റ് ആണ് യു, ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഒരുപാട് വേർട്ടീസസ് ഉണ്ട് ആസ് പോസിബിൾ എന്ന് നമ്മൾ വിചാരിക്കണം. ദെൻ സിൻസ് ജി എന്ന് പറയുന്ന ഗ്രാഫ് ത്രീ കണക്റ്റഡ് ആണെന്ന് നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ ഇസഡ് എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് എടുത്തു, ഈസ് അഡ്ജസൻറ്റ് ടു സം വേർട്ടെക്സ് യു നോട്ട് ഇൻ ക്യാപിറ്റൽ യു. ക്യാപിറ്റൽ യുവിൽ ഇല്ലാത്ത ഒരു വെർട്ടെക്സിനോട് ഈ പറഞ്ഞ ഇസഡ് അഡ്ജസൻ്റ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതർവൈസ് ദ റിമൂവൽ ഓഫ് ജസ്റ്റ് എക്സ് ആൻഡ് വൈ. അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനൊരു കേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എക്സും വൈയും മാത്രം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകും. പക്ഷേ നമ്മുടെ കണ്ടീഷൻ, നമുക്ക് ഹൈപ്പോത്തസിസിൽ തന്നിരിക്കുന്നത് ജി ത്രീ കണക്റ്റഡ് ആണെന്നാണ്. അതായത് 3 വേർട്ടെക്സ് എങ്കിലും റിമൂവ് ചെയ്താലേ ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. സോ അങ്ങനെ വരണമെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ യുവിൽ ഇല്ലാത്ത ഒരു വെർട്ടെക്സ് യുവിനോട് അഡ്ജസൻ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫ് നമ്മൾ ചൂസ് ചെയ്യുകയാണ് ക്യാപിറ്റൽ ജിയുടെ, ഇൻഡ്യൂസ്ഡ് ബൈ ക്യാപിറ്റൽ യു എക്സ് ആൻഡ് വൈ. ക്യാപിറ്റൽ യുവും എക്സും വൈയും ഉള്ള പോലെ വെച്ച് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സബ് ഗ്രാഫ് ക്യാപിറ്റൽ എച്ച് നമ്മൾ എടുക്കുന്നു. ഇനി ഈ പറഞ്ഞ ക്യാപിറ്റൽ എച്ച് വൺ കണക്റ്റഡ് ആണ് എന്ന് വിചാരിക്കുക. ഇഫ് ക്യാപിറ്റൽ എച്ച് ഈസ് വൺ കണക്റ്റഡ് ദെൻ ഇറ്റ് ഹാസ് എ കട്ട് വേർട്ടെക്സ് അല്ലേ. കട്ട് വേർട്ടെക്സിനെ നമ്മൾ സി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ജി മൈനസ് സി ഇസഡ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും അല്ലേ, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ? ജി എന്ന് പറയുന്നത് ത്രീ കണക്റ്റഡ് ആയിരുന്നല്ലോ. ജിയിൽ നിന്ന് 2 വേർട്ടെക്സ് കളഞ്ഞപ്പോൾ തന്നെ അത് ഡിസ്കണക്റ്റഡ് ആയി എന്ന് പറയുന്നത് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് എച്ച് വൺ കണക്റ്റഡ് ആണെന്ന് എടുത്തുകൊണ്ടാണ് ആ പ്രശ്നം പറ്റിയത്. ഹെൻസ് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എച്ച് ഇസ് ടു കണക്റ്റഡ്. ജിയുടെ ഒരു സബ് ഗ്രാഫ് ആയിട്ടുള്ള എച്ച് ടു കണക്റ്റഡ് ആയിരിക്കും. ഇനി ഒരു എഡ്ജ് എടുക്കുക, എഫ് ഈക്വൽ ടു യു ഇസഡ്. ഈ പറഞ്ഞ സ്മോൾ ലെറ്റർ യു ആരാണെന്നറിയാലോ. യു ആരായിരുന്നു? ക്യാപിറ്റൽ യുവിൽ ഇല്ലാത്ത ഇസഡിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് യു. സോ യു ഇസഡ് എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ എഫ് എന്ന് വിളിച്ചു. ഇഫ് ദിസ് ഇസ് നോട്ട് കൺട്രാക്റ്റബിൾ, അതായത് ഇത് കൺട്രാക്റ്റബിൾ അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ദർ ഇസ് എ വെർട്ടെക്സ് വി ഇൻ ജി സച്ച് ദാറ്റ് ജി മൈനസ് യു വി ഇസഡ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എടുത്ത യു ഇസഡ് എന്ന് പറയുന്ന എഡ്ജ് കൺട്രാക്റ്റബിൾ അല്ല എങ്കിൽ നമ്മുടെ ഗ്രാഫിൽ നിന്ന് യുവും വിയും ഇസഡും കളഞ്ഞു കഴിയുമ്പോൾ അത് ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറും. ഓക്കെ, നൗ ഇഫ് വി ലൈസ് ഇൻ എച്ച്, ഈ പറഞ്ഞ വി എന്ന് പറയുന്ന വെർട്ടെക്സ് ക്യാപിറ്റൽ എച്ചിൻ്റെ അകത്തുണ്ട് എന്ന് വിചാരിക്കുക.
ഓക്കെ. ദെൻ സിൻസ് യു ആൻഡ് ഇസഡ് ഡു നോട്ട് ലൈ ഇൻ എച്ച്, യുവും ഇസഡും എച്ചിനകത്ത് ഇല്ലാത്ത ആളാണ്, വി എന്ന് പറയുന്നത് കട്ട് വെർട്ടെക്സ് ഓഫ് എച്ച് ആയിട്ട് മാറും. ഓക്കെ, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ, എച്ചിന് കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എച്ച് വൺ കണക്റ്റഡ് ആണെന്നാ. പക്ഷേ എച്ച് വൺ കണക്റ്റഡ് ആവില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദാറ്റ് എച്ച് ഇസ് ടു കണക്റ്റഡ്. എച്ച് ടു കണക്റ്റഡ് ആണെന്നുള്ളതിന് അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് മാറും. ഹെൻസ് വി എന്ന് പറയുന്നത് എച്ചിനകത്ത് ഇല്ല എന്ന് നമുക്ക് കിട്ടും. വി എന്ന് പറയുന്ന വെർട്ടെക്സ് എച്ചിൻ്റെ അകത്ത് ഇല്ല എന്നാവും. എച്ചിനകത്ത് ഉണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ദെയർഫോർ നമുക്ക് എന്തെന്ന് പറയാം, എച്ച് സബ്സെറ്റ് ഓഫ് ജി മൈനസ് എച്ച് സബ്സെറ്റ് ഓഫ് ജി മൈനസ് യു വി ഇസഡ്. ഓക്കെ, അതായത് ജി, ക്യാപിറ്റൽ ജിയിൽ നിന്ന് യുവും വിയും ഇസഡും കളയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡിസ്കണ്ടിന്യൂസ് ഗ്രാഫ് ഉണ്ടാവും. അതിനകത്തുള്ള ഒരു പോർഷനാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. അത് ജിയുടെ സബ് ഗ്രാഫായിട്ട് വരിക. Clearly, H is then connected subgraph of the disconnected G minus X, Y, Z. So, H എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. അത് G minus X, Y, Zൻ്റെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം എന്താ, കോൺട്രഡിക്ഷൻ ടു അവർ ചോയ്സ് ഓഫ് ദ എഡ്ജ് ഇ ഈക്വൽ ടു എക്സ് വൈ. നമ്മൾ ഇ ഈക്വൽ ടു എക്സ് വൈ എന്ന് പറഞ്ഞൊരു എഡ്ജ് ചൂസ് ചെയ്തിരുന്നു. എന്തായിരുന്നു അത്, ഇ ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്നത് കൺട്രാക്റ്റബിൾ അല്ലാത്ത ഒരു എഡ്ജായിരുന്നു ക്യാപിറ്റൽ ജിയിൽ നിന്ന് ചൂസ് ചെയ്തത്. സോ അത് ഇവിടെ കോൺട്രഡിക്ഷനായി. ഓക്കെ, ഹെൻസ് അവർ പ്രൂഫ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ പ്രൂഫാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ഫിഗറും തന്നിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ യു എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് കമ്പോണൻറ്റ്, യു എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്, ക്യാപിറ്റൽ യുവിനകത്ത് ഇല്ലാത്ത പോലെ. ഓക്കെ, യുവും ഇസഡും തമ്മിൽ അഡ്ജസൻ്റ് ആവുന്ന പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എഡ്ജാണ് ഇ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ആ പ്രൂഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു തിയറം 5.13. Let capital G be a simple three connected graph. Okay, സിമ്പിൾ ആയിരിക്കണം, ത്രീ കണക്റ്റഡ് ആയിരിക്കണം. സിമ്പിൾ ത്രീ കണക്റ്റഡ് ഗ്രാഫ് ഇഫ് G contains no subgraph which is a subdivision of K5 or K33. K5ൻ്റെയോ K33യുടെയോ സബ്ഡിവിഷൻ ആകുന്നത് പോലെയുള്ള സബ്ഗ്രാഫുകളൊന്നും തന്നെ ഈ ക്യാപിറ്റൽ ജിക്ക് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജി ഈസ് പ്ലനാർ. ഓക്കെ, ഒരു ഗ്രാഫ് പ്ലനാർ ആകാനുള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞത്. എന്താ, അത് സിമ്പിൾ ആയിരിക്കണം, ത്രീ കണക്റ്റഡ് ആയിരിക്കണം, അതിന് K5നോടോ K5ൻ്റെയോ K33യുടെയോ സബ് ഡിവിഷൻ ആകുന്നത് പോലെയുള്ള സബ് ഗ്രാഫുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ പ്രൂഫ് നോക്കുക. പ്രൂഫ് നമ്മൾ പോകുന്ന മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ്. ഇൻഡക്ഷൻ ഓൺ കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി, അതായത് വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി എന്ന് പറയാം. സോ കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജിയിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി, റിസൾട്ട് ഇസ് ട്രൂ ഫോർ കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി ഈക്വൽ ടു 4. കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി എന്ന് പറയുന്നത് 4 ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് പ്ലനാറാണ്, ഗ്രാഫ് പ്ലനാറാണ് എന്നുള്ളത് ഒബ്വിയസ്ലി ട്രൂ ആണ്. കാരണം എന്താ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ, എവറി ത്രീ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് ഫ്യൂവർ ദാൻ മോഡുലസ് ഓഫ് വി ഓഫ് ജി, അതായത് കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി ആണ് കേട്ടോ, മോഡുലസ് അല്ല, കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി, അതായത് നമ്പർ ഓഫ് വേർട്ടിസസ്. ഏതൊരു ത്രീ കണക്റ്റഡ് ഗ്രാഫ് എടുക്കുന്നു അതിനകത്ത് ഫ്യൂവർ ദാൻ മോഡുലസ് അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് വി ഓഫ് ജി വേർട്ടിസസ് വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഗ്രാഫ് വിച്ച് ഇസ് എ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33 ഈസ് പ്ലനാർ. അതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ അങ്ങനെയാണല്ലോ. ഫസ്റ്റ് കേസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, ദെൻ ഒരു പെർട്ടിക്കുലർ നമ്പറിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിയറം 5.12, അതായത് തൊട്ട് മുന്നേ പറഞ്ഞ തിയറം പ്രകാരം എന്താണ്, ജി കണ്ടെയ്ൻസ് ആൻ എഡ്ജ് ഇ സച്ച് ദാറ്റ് ജി സ്റ്റാർ ഇ ഈസ് ത്രീ കണക്റ്റഡ് എന്ന് കിട്ടും. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എടുക്കുന്നു കറസ്പോണ്ടിങ് ടു ഇ ഇൻ ഇ സ്റ്റാർ ജി. ഇ സ്റ്റാർ ജിയിൽ നമുക്ക് കിട്ടുന്ന പുതിയ വെർട്ടെക്സ് ആണ്. രണ്ട് വെർട്ടിസസ് കമ്പൈൻ ചെയ്ത് പുതുതായിട്ട് കിട്ടുന്ന വെർട്ടെക്സ് ഡബ്ല്യു, അയാളെ ഡബ്ല്യു നമ്മൾ വിളിച്ചിരിക്കുകയാണ്. സോ അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് പറയാം, എന്ത്, if G star A contains a subgraph, G star A contains a subgraph is either a subdivision of K5 or K33. Okay,
ജി സ്റ്റാർ ഇക്ക് അതുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ജി സ്റ്റാർ ഇയിൽ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് വേർട്ടിസസ് ഒന്ന് കുറവാണല്ലോ, അതുകൊണ്ട് സോ ജി സ്റ്റാർ ഇക്ക് അത് ഉള്ളത് കൊണ്ട് തന്നെ സോ ഡസ് ക്യാപിറ്റൽ ജി, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ ഹൈപ്പോത്തസിസ്. ദസ് ജി സ്റ്റാർ എ, സോ അതൊരു കോൺട്രഡിക്ഷൻ ആണ്, നമ്മൾ എടുത്തിരിക്കുന്ന ഹൈപ്പോത്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ ജി സ്റ്റാർ ഇ ഹാസ് നോ സച്ച് സബ് ഗ്രാഫ്, ജി സ്റ്റാർ എക്ക് അങ്ങനെ സബ് ഗ്രാഫുകളൊന്നും ഇല്ല എന്ന് നമുക്ക് കിട്ടും. സിൻസ് ഇറ്റ് ഹാസ് ഫ്യൂവർ വേർട്ടിസസ് ദാൻ ജി. Assume by induction, we can assume by induction it is planar. ഓക്കെ, ഫ്യൂവർ വേർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലാനാർ ആണെന്നാണല്ലോ നമ്മൾ പറയാം. ഇനി നോക്കുക, സി എന്ന് പറയുന്നത്, സി ഈസ് എ സൈക്കിൾ സറൗണ്ടിങ് ഡബ്ല്യു സറൗണ്ട്സ് എ ഫേസ് ഇൻ ജി സ്റ്റാർ ഇ മൈനസ് ഡബ്ല്യു. ജി സ്റ്റാർ ഇയിൽ നിന്ന് ഈ ഡബ്ല്യു അങ്ങ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫേസിനെ സറൗണ്ട് ചെയ്യുന്ന സൈക്കിളാണ് ക്യാപിറ്റൽ സി എന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ഫിഗർ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെയ്ബർഹുഡ് ഓഫ് യു ഇൻ്റർസെക്ഷൻ വേർട്ടിസസ് ഓഫ് സി. ഓക്കെ, യുവിൻ്റെ നെയ്ബർഹുഡുകളും ഈ സി ക്യാപിറ്റൽ സി എന്ന് പറയുന്ന സൈക്കിളിനകത്ത് വരുന്ന വേർട്ടിസസിൻ്റെയും കൂടി ഇൻ്റർസെക്ഷനകത്ത് വരുന്ന ഒരു വെർട്ടെക്സ് ആണ് യു ആയി എടുക്കുന്നു. അതുപോലെ വി ജെ എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഓഫ് വിയുടെയും അതുപോലെ ഇൻ്റർസെക്ഷൻ വി ഓഫ് സി വേർട്ടിസസ് ഓഫ് സി സൈക്കിളിൽ വരുന്ന വേർട്ടിസസിൻ്റെയും ഒരു ഇൻ്റർസെക്ഷനിൽ വരുന്ന ആളാണ് വി ഐ എന്ന് വിചാരിക്കുക. ദെൻ സിയുടെ ഒരു സബ് പാത്താണ് പി ഐ എന്നും വിചാരിക്കുക. ഓക്കെ, വിച്ച് ജോയിൻസ് യു ഐ മൈനസ് 1 ടു യു ഐ. യു ഐ മൈനസ് 1ൽ നിന്ന് യു ഐയിലേക്ക് പോകുന്നൊരു സബ് പാത്താണ് പി ഐ എന്ന് ചൂസ് ചെയ്യുക. ഫോർ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ. ആൻഡ് വേറെ യു എൻ എന്ന് പറയുന്നത് യു നോട്ടും ആയിരിക്കും. ഓക്കെ, കാരണം സൈക്കിളാണല്ലോ. വി ജെ ബി എനി വേർട്ടെക്സ്, വി ജെ എന്ന് പറയുന്നത് എങ്ങനെയാണ്, വി ജെ ബി എനി വേർട്ടെക്സ് ഓഫ് വി ഓഫ് ജി ഇൻ്റർസെക്ഷൻ വി ഓഫ് സി മൈനസ് യു. ഓക്കെ, വിച്ച് ഇസ് അഡ്ജസൻറ്റ് ടു വി. ഈ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത്രയും കണ്ടീഷൻസ് വരുമ്പോൾ ദർ ആർ 4 കേസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരിക. അതായത് വെൻ വി റിട്ടേൺ ഡബ്ല്യു ടു യു വി, ഡബ്ല്യുവിൽ നിന്ന് യു വിയിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് 4 കേസസ് ആണ് അവിടെ റൈസ് ആയി വരിക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എവ്രി വി ജെ ലൈസ് ഓൺ പ്രിസൈസ്ലി 1 പി ഐ. ആ സബ് പാത്തിൽ ഏതെങ്കിലും എക്സാക്ട്ലി ഒരു പാത്തിൽ മാത്രമേ എല്ലാ വി ജെകളും ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഇൻസേർട്ട് യു വി ആൻഡ് ദെയർ അഡ്ജസൻറ്റ് വേർട്ടിസസ്. ഇൻ ദ ഡ്രോയിങ് ഓഫ് എവിടെ ജി സ്റ്റാർ ഇ. ജി സ്റ്റാർ ഇ വരയ്ക്കുമ്പോൾ അതിനകത്തേക്ക് യുവും വിയും അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഗിവ് എ പ്ലെയിൻ ഡ്രോയിങ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ അത് പ്ലാനാർ ആയല്ലോ. ഓക്കെ, ദെൻ കേസ് 2 നോക്കുക. കേസ് 2 എന്താണ്, വി ഈസ് അഡ്ജസൻറ്റ് ടു വി ജെ ആൻഡ് ഇൻറ്റേർണൽ വെർട്ടെക്സ് ഓഫ് പി ഐ. വി ജെ എന്ന് പറയുന്നത് പി ഐയുടെ ഒരു ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ്. വി ഈസ് അഡ്ജസൻറ്റ് ടു സം വെർട്ടെക്സ് നോട്ട് ഇൻ പി ഐ. വി എന്ന് പറയുന്നത് പി ഐയുടെ അകത്തുള്ള വെർട്ടിസസിനോടും പി ഐയിൽ ഇല്ലാത്ത വെർട്ടിസസിനോടും ഒക്കെ അഡ്ജസൻ്റ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എന്താണ്, ജി കണ്ടെയ്ൻസ് എ സബ് ഗ്രാഫ് വിത്ത് എ സബ് ഡിവിഷൻ ഓഫ് K33. K33യുടെ സബ് ഡിവിഷൻ വരുന്ന പോലത്തെ ഒരു സബ് ഗ്രാഫ് ജിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കേസ് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ കേസിൽ അങ്ങനെ ഒക്കെയർ ചെയ്യണില്ല. ദെൻ തേർഡ് കേസ് നോക്കുക. വി ഈസ് ഓൺലി അഡ്ജസൻറ്റ് ടു നെയ്ബേഴ്സ് ഓഫ് യു. യുവിൻ്റെ നെയ്ബേഴ്സിനോട് മാത്രമേ വിയും അഡ്ജസൻ്റ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി, ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു അറ്റ്ലീസ്റ്റ് 3 സച്ച് നെയ്ബേഴ്സ്. മിനിമം 3 എങ്കിലും ഉണ്ടാവും. സോ ജി കണ്ടെയ്ൻസ് എ സബ് ഡിവിഷൻ ഓഫ് K5 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഓൾസോ എ കോൺട്രഡിക്ഷൻ. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് കേസാണ്. ലാസ്റ്റ് കേസ് എന്താ, വി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ടു 2 നെയ്ബേഴ്സ് ഓഫ് യു എന്ന് വിചാരിക്കാം. ഇത് യുവിൻ്റെ 2 നെയ്ബേഴ്സിനോട് വി അഡ്ജസൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ദീസ് 2 നെയ്ബേഴ്സ് ആർ നോട്ട് എൻ വേർട്ടിസസ്. പിയുടെ എൻ വേർട്ടിസസ് അല്ലാത്ത 2 വേർട്ടിസസ് ആണ് ഈ വിയുടെ നെയ്ബേഴ്സായിട്ട് വരാം. യുയുടെ നെയ്ബേഴ്സായിട്ട് വരാം. വി അഡ്ജസൻ്റ് ആയിരിക്കുന്നത് യുവിൻ്റെ 2 നെയ്ബേഴ്സിനോടാണ്. ഈ പറഞ്ഞ നെയ്ബേഴ്സ് പി ഐ, നമ്മൾ സബ് പാത്ത് പറഞ്ഞല്ലോ, പി ഐയുടെ എൻ വേർട്ടിസസ് ആയിട്ട് ഒരിക്കലും വരണില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ജി കണ്ടെയ്ൻസ് എ സബ് ഗ്രാഫ് വിത്ത് സബ് ഡിവിഷൻ ഓഫ് K33 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 4 കേസിലും നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെൻസ് ഇറ്റ് കംപ്ലീറ്റ്സ് എ പ്രൂഫ്.
സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 4 കേസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗേഴ്സാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കേസിനാണ് ഈ എ എന്ന് പറയുന്ന ഫിഗർ, സെക്കൻഡ് കേസാണ് ബി എന്ന് പറയുന്ന ഫിഗർ, തേർഡ് കേസിൻ്റെ ഫിഗർ ഇതാണ്, ലാസ്റ്റ് കേസിൻ്റെ ഫിഗറാണിത്. സോ ഇത് പ്രൂഫ് ഒന്നുകൂടെ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് വൺ, തിയറം 5.14. A graph G is planar if and only if it has no subgraph isomorphic to a subdivision of K5 or K33. ഓക്കെ, അതായത് ഗ്രാഫ് പ്ലനാർ ആവണമെങ്കിലുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് പറയുന്നത്. K5നോടോ അല്ലെങ്കിൽ K3യുടെയോ സബ് ഡിവിഷൻ ആവുന്ന പോലെ. ഓക്കെ, ദർ ഇസ് നോ, എന്താണ്, ഇറ്റ് ഹാസ് നോ സബ്ഗ്രാഫ് ഐസോമോർഫിക് ടു, ആ ഗ്രാഫിന് സബ് ഗ്രാഫുകൾ, അതായത് K5നോടോ K5ൻ്റെയോ K3യുടെയോ സബ് ഡിവിഷൻസിനോട് ഐസോമോർഫിക് ആകുന്നത് പോലെയുള്ള സബ് ഗ്രാഫുകൾ ഒരു ഗ്രാഫിന് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്ലനാറായിരിക്കും. എങ്ങനെ പ്രൂവ് ചെയ്യുക? നേരത്തെ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു കേസ്, ഒരു സൈഡ് നോക്കുക. ക്ലിയർലി എനി സബ് ഡിവിഷൻ ഓഫ് എ നോൺ പ്ലനാർ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ പ്ലനാർ തന്നെയായിരിക്കും. ഓക്കെ, if G does have a subgraph which is a subdivision of either K5 or K33, അങ്ങനെയാണെങ്കിൽ G is not planar. നമുക്ക് ജിയുടെ ഒരു സബ് ഡിവിഷൻ ഉണ്ട്, അത് K5നോടോ K33യോടോ അതിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്നുള്ള നിലയ്ക്ക് സബ് ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ജി പ്ലനാർ ആവില്ല. എന്തുകൊണ്ടാണ്? ഏതൊരു സബ് ഡിവിഷൻ, നോൺ പ്ലനാർ ഗ്രാഫിൻ്റെ ഏതൊരു സബ് ഡിവിഷൻ എടുത്താലും അത് നോൺ പ്ലനാർ തന്നെയായിരിക്കും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. സോ ഒരു സൈഡ് ക്ലിയർ ആണ്. ഇനി കോൺവേഴ്സ് പാർട്ട്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എന്താണ്, ജി ഹാസ് നോ സച്ച് സബ് ഗ്രാഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ജി ഈസ് 3 കണക്റ്റഡ്, ജി 3 കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ തിയറം 5.13 തിയറം പ്രകാരം നമുക്ക് എന്തെന്ന് കിട്ടും? ജി പ്ലനാർ ആണ് എന്ന് കിട്ടും. ഇനി ജി 3 കണക്റ്റഡ് അല്ല എങ്കിൽ നമുക്ക് നേരത്തെ തിയറംസ് പ്രൂവ് ചെയ്ത പോലെ തന്നെ ജി പ്ലനാർ ആണെന്നും പറഞ്ഞ് പ്രൂവ് ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്ക് അനുസരിച്ച് എഴുതുക. മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റൻ ആണ് ഈ തിയറം ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ 5.13 എന്നുള്ള തിയറം ആഡ് ചെയ്യണം. അതുപോലെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ പെറ്റേഴ്സൺ ഗ്രാഫിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്, ഗ്രാഫ് ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ് ഗ്രാഫ് ഓഫ് പെറ്റേഴ്സൺ ഗ്രാഫ് വിച്ച് ഇസ് സബ് ഡിവിഷൻ ഓഫ് K33യുടെ സബ് ഡിവിഷൻ ആയിട്ട് വരുന്നത് പോലെയുള്ള പെറ്റേഴ്സൺ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫാണ് ഇതായി തന്നിരിക്കുന്നത്, ഫിഗർ 5.25. സോ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, ഈ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള വണ്ണം നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളാണ് പെറ്റേഴ്സൺ ഗ്രാഫും അതിൻ്റെ ഒരു സബ് ഡിവിഷൻ, സബ് ഗ്രാഫാണ് അത് K33യുടെ സബ് ഡിവിഷനോട് ഐസോമോർഫിക് ആവുന്ന പോലെ വരുന്ന ഒരു സബ് ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കുക. ദെൻ ഓക്കെ, മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം കേട്ടോ.